കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കും അതിതീവ്രമായി വീശിയടിക്കുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി പുറപ്പെടുവിച്ച അടിയന്തര കാലാവസ്ഥാ ബുള്ളറ്റിൻ പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനൊപ്പം മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശിയടിക്കാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതി വ്യതിയാനങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായി കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയും കാറ്റും അതിശക്തമാക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശത്തിലുള്ളവർ അടിയന്തര ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ചൊവ്വാഴ്ച സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിലാണ് ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിലും തീരദേശങ്ങളിലും മഴയുടെ ശക്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ ലഭിക്കാവുന്ന അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്ന രീതിയിൽ തീവ്ര മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും മലയോരങ്ങളിൽ ഉരുൾപൊട്ടലിനും സാധ്യതയേറെയാണ്. മഴയും ശക്തമായ കാറ്റും ഒരുപോലെ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും സജ്ജമായിരിക്കാൻ ഭരണകൂടം നിർദ്ദേശം നൽകി. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള കാറ്റ് മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി തൂണുകൾ തകരാനും കാരണമായേക്കാം. അതിനാൽ കാറ്റുള്ള സമയത്ത് മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. ദുർബലമായ മേൽക്കൂരകളുള്ള വീടുകളിൽ താമസിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ രാത്രികാലങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. മുൻപ് ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ ആവശ്യമെങ്കിൽ മാറി താമസിക്കാൻ തയ്യാറാകണം. മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കർശന നിർദ്ദേശവുമുണ്ട്. കടൽ തീരത്ത് വിനോദസഞ്ചാരത്തിനായി എത്തുന്നവരും തീരത്ത് വസിക്കുന്നവരും സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം തേടുന്നതിനായി വിവിധ ജില്ലകളിൽ താലൂക്ക്, ജില്ലാ തലങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും സേവനങ്ങൾ ഏകോപിപ്പിച്ച് പൂർണ്ണ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു.